ഹലോ, എല്ലാവർക്കും തട്ടിക്കൊണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ട്രെൻഡിങ് ആയി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു തായ് ഡെസേർട്ടാണ് കേട്ടോ, മാംഗോ സ്റ്റിക്കി റൈസ്. ഇതിനാവശ്യമായി ഞാൻ ജീരകശാല റൈസാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതിന് സ്റ്റിക്കി റൈസാണ് ആവശ്യം. സ്റ്റിക്കി റൈസ്, ജാസ്മിൻ റൈസ്, ബസുമതി റൈസ് ഇതെല്ലാം ഉപയോഗിക്കാം. ഇതൊന്നുമില്ലെങ്കിൽ ജീരകശാല റൈസ് ഉപയോഗിക്കാം. അപ്പം ഞാൻ റൈസിന് കുറച്ച് കളർ കിട്ടാൻ വേണ്ടി ശംഖുപുഷ്പം എടുത്ത് തിളപ്പിക്കാം. ഇനി തിളപ്പിച്ച ആ വെള്ളത്തിലേക്ക് വേണം അരി കുതിർത്ത് വയ്ക്കാൻ. ഒരു 20 മിനിറ്റ് നേരം അരി കുതിർത്ത് വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ അരിയിൽ ആ കളർ പിടിച്ചിട്ടുണ്ടാവും. ഒരുപാട് കളർ പ്രതീക്ഷിക്കരുത്, കാരണം നാച്ചുറൽ ആയതുകൊണ്ട് ഒരുപാട് കളറൊന്നും ഉണ്ടാവില്ല അരിക്ക്. എന്നാലും അത്യാവശ്യം നല്ല കളർ ഉണ്ടാവും. ഇനി നമുക്ക് ആ അരി വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞതിന് ശേഷം ഒന്ന് സ്റ്റീം ചെയ്യാൻ വെക്കാം. നല്ല വൃത്തിയുള്ള തുണിയിൽ അരി നന്നായിട്ട് പൊതിഞ്ഞ് ഞാനിവിടെ ഇഡലി പാത്രത്തിലാണ് കേട്ടോ സ്റ്റീം ചെയ്യാൻ വെച്ചിട്ടുള്ളത്. ഇനി ആ സമയത്തേക്ക് നമുക്ക് തേങ്ങയുടെ 2 പാലെടുത്ത് ഒന്ന് ചൂടാക്കി എടുക്കാം. തേങ്ങാപ്പാൽ ഒന്ന് ചെറുതായി ചൂടായി വരുമ്പോഴേക്കും മധുരത്തിനാവശ്യമായ 2 സ്പൂൺ പഞ്ചസാരയും മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു ശകലം ഉപ്പും കൂടി ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോഴേക്കും നമ്മുടെ അരി ഇവിടെ സ്റ്റീമായിട്ടുണ്ടാവും. ആ അരി ഈ മിക്സിലോട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി അരി നന്നായി വേവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അരി നന്നായി വെന്ത് ഒട്ടും കുഴഞ്ഞു പോവുകയും ചെയ്യരുത്, എന്നാൽ ശകലം കുഴയും വേണം. ആ ഒരു ചെറിയൊരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ അരി എടുക്കേണ്ടതാണ്. ഇപ്പോൾ നമ്മുടെ ചോറിടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂൺ മിൽക്ക് മെയ്ഡും ആഡ് ചെയ്യാം. ഇനി ചോറ് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കൊരു ബൗളിലേക്ക് സെറ്റ് ചെയ്യാൻ വെക്കാം. ഇനി അടുത്തതായിട്ട് ചോറിന് ആവശ്യമുള്ള വൈറ്റ് ജ്യൂസ് തയ്യാറാക്കാം. അതിലേക്ക് പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് തേങ്ങയുടെ 1 പാൽ ഒഴിച്ചതിന് ശേഷം തേങ്ങാപ്പാൽ ഒന്ന് കുറുകി കിട്ടാൻ വേണ്ടി 1/2 സ്പൂണോളം അരിപ്പൊടി ഒരു വെള്ളത്തിൽ ചാലിച്ച് ഈ തേങ്ങാപ്പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരിപ്പൊടി ചേർക്കുന്നത് തേങ്ങാപ്പാൽ ചെറുതായിട്ടൊന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി അതിലേക്ക് 1 സ്പൂൺ മിൽക്ക് മെയ്ഡും 1 സ്പൂൺ പഞ്ചസാരയും കൂടി ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ വൈറ്റ് ജ്യൂസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി നല്ല പഴുത്ത മാങ്ങയെടുത്ത് നന്നായി സ്ലൈസ് ചെയ്ത് ചോറിനൊപ്പം സെറ്റ് ചെയ്യാം. ചോറിലേക്ക് വൈറ്റ് ജ്യൂസ് ഒഴിച്ചതിന് ശേഷം മാങ്ങയിലേക്ക് മിൽക്ക് മെയ്ഡ്, അത് ഓപ്ഷണലാണ്. ഒഴിച്ചാൽ കുറച്ചും കൂടി ടേസ്റ്റ് ഇമ്പ്രൂവ് ആവും, അത്രയേ ഉള്ളൂ. ഇല്ലെങ്കിലും അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നെ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.